പലർക്കും വാസ്തുവിനെ പറ്റി തെറ്റായിട്ടുള്ള പല ധാരണകളാണുള്ളത്. ചിലർക്കെന്ന് പറയുന്നത് രണ്ട് സൈഡിലുള്ള സൂത്രങ്ങളുണ്ട്, ബ്രഹ്മസൂത്രവും യമസൂത്രവും. ഇത് കടന്നുപോയാൽ വാസ്തു ശരിയായി. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചുറ്റളവും ഒരു കോൽ കണക്കുമുണ്ട്. അപ്പൊ ഇത്ര കോല് അല്ലെങ്കിൽ ചുറ്റളവ് അല്ലെങ്കിൽ ബാല്യം യൗവനം അത് കറക്റ്റായി വാസ്തു കറക്റ്റായി എന്നൊരു ഇതുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, നിങ്ങളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കണം. വീട് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, അത് ഒറ്റമുറിയാണെങ്കിൽ പോലും സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ നിങ്ങൾ ആ വീട് പണിയാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലേക്ക് കടന്നു വരുന്ന നമുക്ക് വഴിയുണ്ടല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെപ്പോഴും ഉച്ച നീച്ച ഭാഗങ്ങൾ നോക്കിയിട്ട് വേണം അതിനെ ചെയ്യാനായിട്ട്. കിഴക്ക് ദർശനമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, വടക്ക് ദർശനമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വടക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, പടിഞ്ഞാറ് ദർശനമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പകുതി മധ്യത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും, തെക്ക് ദർശനമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെക്ക് മധ്യത്തിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും വേണം ഗേറ്റിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 കാര്യങ്ങളായി. ഒന്ന്, വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം. 2, ഗേറ്റിന്റെ സ്ഥാനം. മൂന്നാമതൊരു കാര്യം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കിണറിൻ്റെതാണ്. ഒരു കിണർ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ വസ്തുവിന്റെ വടക്ക് കിഴക്ക്, അതായത് ആ വസ്തുവിനെ 12 രാശികളായി തിരിച്ചിട്ട് അതിൽ മീനൻ രാശിയിൽ കിണർ ചെയ്യുന്നതാണ് ഏറ്റവും സൗഭാഗ്യം. നിങ്ങളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ മീനൻ രാശിയിൽ കിണർ കുഴിച്ചതിന് ശേഷം വീടിന്റെ പണി തുടങ്ങും. എത്രയും പെട്ടെന്ന് ആ പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നാലാമതൊരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാന ഡോറിന് പ്രാധാന്യമുണ്ട്. അപ്പൊ പലർക്കും ഒരു സംശയമുണ്ട്, തെക്കോട്ട് വീട് വെക്കാമോ, അത് കൊള്ളാമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. നിങ്ങൾ ഏത് ദിക്കിലോട്ട് വീട് വെച്ചാലും ആ ദിക്കിന്റെ ഉച്ചനീച്ച ഭാഗങ്ങളെ നോക്കി അതിന്റെ ഡോറ് വരുന്ന സ്ഥലം കൃത്യമായിട്ടായിരിക്കണം. അതിന്റെ ഡോർ എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, വടക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, പടിഞ്ഞാറ് മധ്യത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും, തെക്ക് മധ്യത്തിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും വേണം പ്രധാന ഡോറിന്റെ സ്ഥാനം. അടുത്തത്, നമുക്കിപ്പോ വീട് സ്ക്വയറായി, ഗേറ്റിന്റെ സ്ഥാനമായി, കിണറിന്റെ സ്ഥാനമായി, എൻട്രൻസിന്റെ സ്ഥാനമായി. ഇനി നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി. അതെന്ന് പറയുന്നത്, അഗ്നിക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഒരു വസ്തുവിൽ അല്ലെങ്കിൽ വീട്ടിൽ കൽപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും കൃത്യമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ വീടിന്റെ തെക്ക് കിഴക്ക് മൂലയാണ്. അതാണ് അഗ്നികോണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ പുറത്ത് എന്തെങ്കിലും ചപ്പു ചവറുകളോ മറ്റോ തീയിടാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വസ്തുവിന്റെ തെക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അടുക്കളയിൽ സ്റ്റൗ വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലവും അടുക്കളയുടെ സ്ഥാനവും തെക്ക് കിഴക്ക് മൂലയാണ്. തെക്ക് കിഴക്ക് മൂലയിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തന്നെ കിഴക്കോട്ട് നോക്കി പാചകം ചെയ്യുന്ന രീതിയിൽ സ്റ്റൗ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അടുപ്പ് വെച്ചുകൊണ്ടോ നിങ്ങൾക്ക് പാചകം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വീടിന്റെ മുറ്റത്തിന്റെ കണക്കുകളുണ്ട്, ബെഡ്റൂമിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫെങ്ഷുവി പ്രകാരം ചില ടൂളുകൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരം ടൂളുകളിനെ പറ്റി മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടോ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു 3 legged ഫ്രോഗ് ആണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള 3 കാലുകളുള്ള ഒരു തവള, ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള വീട്ടിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ തവളയെ നമുക്ക് എവിടെ വയ്ക്കാം? വീടിന്റെ പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലോട്ട് നോക്കി വെക്കാം. ഇതാണ് ആ ചൈനീസ് കോയിൻസ്. നിങ്ങളുടെ ഓഫീസുകളിലായാലും നിങ്ങളുടെ ഷോപ്പുകളിലായാലും മെയിൻ എൻട്രൻസിൽ നിന്നും നിങ്ങളുടെ ക്യാഷിലോട്ട് നോക്കി ഇത്തരത്തിലുള്ള 3 legged ഫ്രോഗുകളെ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അരോനയുടെ ലൈവ് ഫിഷോ അല്ലെങ്കിൽ സ്റ്റാച്യുവോ നിങ്ങൾക്ക് നോർത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീടിന്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഭൂമിക്കടിയിലുള്ള ജിയോപതിക് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു അമത്തിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ആണ്. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണേലിയൻ പോലെയുള്ള ഒരു സ്റ്റോൺസിന്റെ ആണ്. അതുപോലെ തന്നെ ഇത് ഒറിജിനൽ സ്റ്റോൺസ് ആണ്. ഇതിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പിരമിഡുകളും ഉണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ആണ്, ഇത് നാച്ചുറൽ ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും 2 എനർജിയാണ്. ഈ മാസ്റ്റർ ക്രിസ്റ്റൽസിന് നമുക്ക് ഒറിജിനൽ ക്രിസ്റ്റൽസിന് നമുക്ക് പ്രോഗ്രാം ചെയ്തൊക്കെ ബെഡ്റൂമിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.